കുവൈറ്റിൽ നിന്ന് സലീം കോട്ടയിലാണ് ചേരുന്നത്. സലീം, ഇന്ന് ഒന്നിലേറെ തവണ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് കുവൈറ്റിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അവിടെ US എംബസിക്ക് തീപിടിക്കുന്നു, മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് റിഫൈനറിയിൽ തീപിടുത്തമുണ്ടാകുന്നു, തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്നു. എത്രത്തോളം ആശങ്കാജനകമാണ് കുവൈറ്റിലെ സ്ഥിതിഗതികൾ? ദിവ്യ, ഇത് ആദ്യമായാണ് ഇറാൻ ആക്രമണം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് കുവൈത്തിൽ US സൈനിക വിമാനങ്ങൾ തകർന്നു വീഴുന്നത്. വിമാനങ്ങളിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെയോടെയാണ് നിരവധി US സൈനിക വിമാനങ്ങൾ തകർന്നു വീണതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയത്. എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ഉടൻ ആരംഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് US സേനയുമായി ഏകോപനം നടത്തി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ മാത്രം പിന്തുടരണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് അഹമ്മദ് റിഫൈനയിലും പുലർച്ചെയോടെ ഷാർപ്നർ വീണതായി നാഷണൽ പെട്രോളിയം കമ്പനിയുടെ ഔദ്യോഗിക വക്താവ് ഗാനൻ അൽ ഉത്തൈബി അറിയിച്ചിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ 2 തൊഴിലാളികൾക്ക് നിസ്സാര പരിക്കേറ്റതായും കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുലർച്ചെയോടെ നിരവധി ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും വ്യോമ പ്രതിരോധ സേന തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ സായുധ സേന ഉയർന്ന ജാഗ്രതയിൽ തുടരുന്നതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ആക്രമിക്കുകയാണ് ഇറാൻ. കുവൈറ്റിലും ബഹ്റൈനിലും ദോഹയിലും ഉൾപ്പെടെ